نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتدي ومن يضلله فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد كرمنا بني آدم وحملناهم في البر والبحر ورزقناهم من الطيبات وفضلناهم على كثير ممن خلقنا تفضيلا. വിശ്വാസികൾ സർവ ലോക രക്ഷിതാവായ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ യഥാവിധി ജീവിതത്തിൽ പകർത്തുവാനും വിശ്വാസിയായി ജീവിച്ച് ഈമാനോടെ മരിക്കുവാനും പരിശ്രമിക്കണമേ എന്ന് ഓർമ്മിക്കുകയാണ്. കരുണാവലിയായ നാഥൻ അവന് ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളായ ദാസന്മാരെ കൂട്ടത്തിൽ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിലെ 17-ാമത്തെ അധ്യായം സൂറ അൽ ഇസ്രായിലെ 70-ാമത്തെ വാക്യമാണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. ആദം സന്തതികളെ, മനുഷ്യകുലത്തെ അല്ലാഹു ആദരിച്ചിരിക്കുന്നു എന്നാണ് ഈ ആയത്തിന് ആമുഖമായി അല്ലാഹു പറയുന്നത്. വലഖദ് കറംന ബനി ആദം, ആദമിന്റെ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു. ഇങ്ങനെ ആദരിച്ചിരിക്കുന്നു എന്നുള്ളതിനുള്ള തെളിവുകളാണ് പിന്നീട് പറയുന്നത്. എന്തൊക്കെയാണ് ആദരിച്ചതിന്റെ അടയാളങ്ങൾ, അല്ലെങ്കിൽ ആദരിച്ചിരിക്കുന്നു എന്ന് പറയുവാനുള്ള കാരണം എന്താണ്, ആദരവിന്റെ ഭാഗമായി എന്തൊക്കെയാണ് അല്ലാഹു മനുഷ്യർക്ക് ചെയ്തു കൊടുത്തത്. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹരി, കരയിലും കടലിലും അവരെ അല്ലാഹു വഹിച്ചിരിക്കുന്നു, അഥവാ അവർക്ക് കരയിലും കടലിലും യാത്ര ചെയ്യുവാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു. വറസഖ്നാഹും മിന ത്വയ്യിബാത്ത്, നല്ലതിൽ നിന്ന്, നല്ല വിഭവങ്ങളിൽ നിന്ന് ഭുജിക്കുവാനുള്ള സൗകര്യം അവർക്ക് ചെയ്തു കൊടുത്തിരിക്കുന്നു. അവർക്ക് നല്ല ഭക്ഷണം നൽകിയിരിക്കുന്നു. വഫളൽനാഹും അലാ കസീറൻ മിമ്മൻ ഖലഖനാ തഫ്ളീല, അല്ലാഹു ഉദ്ദേശിച്ച പലരെക്കാളും അല്ലാഹു ഇവർക്ക്, ആദമിന്റെ മക്കൾക്ക് ശ്രേഷ്ഠത നൽകുകയും ചെയ്തിരിക്കുന്നു. ഈ 3 കാരണങ്ങളാൽ ആദം സന്തതികൾ ആദരിക്കപ്പെട്ടിരിക്കുന്നു. ആദം സന്തതികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിച്ചിരിക്കുന്നു, ആദരിച്ചിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിൽ ഈ വാക്യത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതിൽ ഒന്നാമതായി എടുത്തു പറഞ്ഞ കാര്യം, കരയിലും കടലിലും മനുഷ്യനും യാത്ര ചെയ്യുവാനുള്ള സൗകര്യങ്ങൾ അല്ലാഹു ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് പ്രത്യേകമായി അല്ലാഹു ഇവിടെ എടുത്തു പറയുന്നത്. വിശുദ്ധ ഖുർആനിലെ 16-ാമത്തെ അധ്യായം സൂറത്തു അൻ-നഹൽ, അതിലെ 14-ാമത്തെ വാക്യത്തിൽ അല്ലാഹു മറ്റൊരു രീതിയിൽ ഇത് പറയുന്നുണ്ട്. ഹുവല്ലദീ സഖറൽ ബഹറ, അവനാണ് നിങ്ങൾക്ക് കടലിനെ കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നത്.
ലിതർക്കുലു മിൻഹു ലഹ്മൻ ത്വരിയ, അതിൽ നിന്ന് പുതിയ മാംസം, രുചികരമായ മാംസം അഥവാ മത്സ്യഭക്ഷണം നിങ്ങൾക്ക് കഴിക്കുവാൻ സാധിക്കുന്ന രീതിയിൽ അള്ളാഹു നിങ്ങൾക്ക് കടലിനെ കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. അതിൽ നിന്ന് വിഭവങ്ങൾ സ്വീകരിക്കുവാനുള്ള സൗകര്യം അള്ളാഹു നിങ്ങൾക്ക് ഒരുക്കി തന്നിരിക്കുന്നു. ആ കടലിനെ കീഴ്പ്പെടുത്തി തന്ന് അതിലൂടെ യാത്ര ചെയ്യുവാനുള്ള സൗകര്യം നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നു. ഭക്ഷണം മാത്രമല്ല, നിങ്ങൾക്ക് ആഭരണങ്ങളെ പുറത്തെടുക്കുവാൻ കടലിൽ മുങ്ങി മുത്തും പവിഴവും രത്നവും വാരിയെടുത്ത് അതുകൊണ്ട് ആഭരണം ഉണ്ടാക്കുവാനുള്ള സൗകര്യം അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. തൽബസൂനഹ, എന്നിട്ട് അത് നിങ്ങൾ ധരിക്കുന്നു. വതറൽ ഫുൽക മവാഖിറ ഫീഹി, ആ കടലിനെ പിളർന്നുകൊണ്ട് കപ്പലുകൾ നീങ്ങുന്നത് അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്നിരിക്കുന്ന അനുഗ്രഹത്തിന്റെ ഭാഗമായി. ആ കടൽ പിളർന്നുകൊണ്ട് അഥവാ കടലിന്റെ ഉപരിതലത്തിലൂടെ വെള്ളത്തെ രണ്ടു ഭാഗങ്ങളിലേക്ക് മുറിച്ചു മാറ്റിക്കൊണ്ട് കപ്പൽ മുന്നോട്ട് നീങ്ങുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽപ്പെട്ടതാണ്. വലിതബ്തഗൂ ഫദ്ലിഹി, അതിലൂടെയും നിങ്ങൾക്ക് വിഭവങ്ങൾ ശേഖരിക്കുവാൻ സാധിക്കുന്നു. വലഅല്ലകും തശ്കുറൂൻ, ഇതിനൊക്കെ പകരമായിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അള്ളാഹുവിനോട് നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. പകരമായി അള്ളാഹുവിനോട് നന്ദി കാണിക്കുക. കരയെ മനുഷ്യന് യാത്ര ചെയ്യാൻ സാധിക്കുമാറ് കീഴ്പ്പെടുത്തി തന്നതിന്, കടലിൽ മനുഷ്യന് സഞ്ചരിക്കുവാൻ സാധിക്കുമാറ് കപ്പലുണ്ടാക്കുവാനുള്ള കഴിവ് മനുഷ്യന് നൽകിയതിന്, ഇതിനൊക്കെ പകരമായി നിങ്ങൾ അള്ളാഹുവോട് നന്ദി കാണിക്കുക. ഇനി സൂറത്ത് നഹ്ലിലെ തന്നെ 7-8 വാക്യങ്ങളിൽ അള്ളാഹു പഠിപ്പിക്കുന്നു. വതഹ്മിലു അസ്കാലക്കും ഇലാ ബലദിൻ ലം തകൂനു ബാലിഗീഹി, നിങ്ങൾക്ക് നേരത്തെ എത്തിക്കാൻ സാധിക്കാതിരുന്ന ഭാരങ്ങളെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് എത്തിക്കുവാൻ, ഇല്ലാ ബിശിക്കിൽ അൻഫുസി, പ്രയാസം കൂടാതെ നിങ്ങൾക്ക് അത് എത്തിക്കുവാൻ സാധിക്കുന്ന, ശാരീരിക ക്ലേശം കൂടാതെ നിങ്ങൾക്ക് എത്തിക്കുവാൻ സാധിക്കുന്ന കഴിവ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഇന്ന റബ്ബക്കും ലറഊഫുർ റഹീം, അള്ളാഹു നിങ്ങളോട് ദയാലുവും കാരുണ്യവാനുമാണ്. വൽ ഖൈല, വാഹനമായി കൊണ്ട് കുതിരയെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു. വൽ ബിഗാല, കോവർ കഴുതകളെ. വൽ ഹമീറ, കഴുതകളെ. ലിതർകബൂഹ, അതിൽ നിങ്ങൾ യാത്ര ചെയ്യുന്നതിന് വേണ്ടി. വസീനത്തൻ, അത് നിങ്ങൾക്ക് ഒരു അലങ്കാരവുമാക്കിയിരിക്കുന്നു. പഴയ കാലത്ത് കുതിരയും കഴുതയും കോവർ കഴുതയും യാത്ര ചെയ്യുവാനുള്ള വാഹനമാക്കി അള്ളാഹു മാറ്റിക്കൊടുത്തു എന്നുള്ളതിന് പുറമെ ഒരു വീടിന് മുൻപിൽ ഐശ്വര്യമുള്ള ഒരു കുതിരയെ നിർത്തുന്നത് അത് അവർക്കൊരു അലങ്കാരമാക്കി പഴയ കാലത്ത് തന്നെ ആളുകൾ സ്വീകരിച്ചു വന്നിരുന്ന ഒന്നാണ്. നിങ്ങൾക്ക് 14 നൂറ്റാണ്ട് മുൻപാണ് അള്ളാഹു സംസാരിക്കുന്നത്. അന്ന് നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ അള്ളാഹു പിന്നീട് സൃഷ്ടിക്കുന്നതാണ്. അഥവാ പുതിയ യാത്രക്കുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുവാനുള്ള കഴിവ് അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുണ്ട്. ആ കഴിവ് ഉപയോഗിച്ച് ഈ ഭൂമിയിൽ പുതുതായ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുവാനുള്ള വഴി അള്ളാഹു മനുഷ്യർക്ക് തുറന്നു കൊടുത്തിരിക്കുന്നു. പഴയ കാലത്തെ ആളുകൾ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു ദിക്കിലേക്ക് പോയിരുന്നത് കാൽനടയായിട്ടാണ്. നമുക്കറിയാം, നടന്നൊക്കെ ഹജ്ജിന് പോയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കപ്പലിൽ യാത്ര ചെയ്യാൻ തുടങ്ങി. കപ്പലിലേക്ക് എത്തുന്നതിന് മുൻപ് അതിനൊരുപാട് ഘട്ടങ്ങളുണ്ട്. പായക്കപ്പൽ ഉപയോഗിച്ചു, അതിന് മുൻപ് പലകകൾ കൂട്ടിക്കെട്ടുകൊണ്ട് ഉപയോഗിച്ചു. നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഒരു പക്ഷെ പഴയ ആളുകൾക്ക് അറിയാം, തെരപ്പൻ എന്ന് പറയുന്ന ചില പലക കഷ്ണങ്ങൾ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കോഴിക്കോട്ടേക്ക് വെള്ളമാർഗത്തിലൂടെ, പുഴമാർഗത്തിലൂടെയൊക്കെ ചരക്കുകൾ കൊണ്ടുപോയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ മനുഷ്യന് പതുക്കെ പതുക്കെ പുരോഗമിച്ചു. പിന്നീട് ആളുകള് മരചക്രങ്ങൾ ഉപയോഗിക്കുന്നത്, ചക്രത്തിന്റെ കണ്ടുപിടുത്തം മനുഷ്യന്റെ സഞ്ചാരത്തിന് വേഗത കൂട്ടിയ വലിയൊരു കാര്യമാണ്. അത് മരചക്രത്തിൽ നിന്ന് പിന്നീട് ടയറിലേക്ക് മാറിയപ്പോ മനുഷ്യന്റെ വേഗത ഒരുപാട് വർദ്ധിച്ചു. നേരത്തെയൊക്കെ വലിയ ആളുകളെ മാത്രം പല്ലക്കിൽ കൊണ്ടുപോയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, ചില മനുഷ്യർ തന്നെ താങ്ങിക്കൊണ്ടു പോകുക. അതിന്റെ അടുത്ത സ്റ്റെപ്പായിരുന്നു പിന്നീട് ഈ ചക്രത്തിന്റെ രൂപത്തിലേക്ക് മനുഷ്യൻ മാറിയത്. അത് പുരോഗമിച്ച് ഇന്ന് മനുഷ്യന്റെ യാത്ര എത്രത്തോളം മാറിയിരിക്കുന്നു. എന്ന് നിങ്ങൾക്കറിയാത്തത് പിന്നീട് നാം സൃഷ്ടിക്കും എന്ന് അല്ലാഹു പറഞ്ഞുവല്ലോ. 10,000 കിലോമീറ്റർ പെർ ഹവർ, അതൊക്കെ ഒരു ചെറിയ അളവാണ്. അതിനപ്പുറത്ത് ആ അളവിലും അതിനപ്പുറത്തും സഞ്ചരിക്കുന്ന റോക്കറ്റുകളും 1500, 2000 കിലോമീറ്റർ പെർ അവർ സഞ്ചരിക്കുന്ന സൂപ്പർ സോണിക് വിമാനങ്ങളും ഒക്കെ ഇന്ന് വ്യാപകമാണ് നാട്ടില്. നമ്മുടെ നാട്ടില് വാഹനങ്ങളിൽ വരുന്ന അപ്ഡേഷൻസ്,
5 വർഷം മുൻപ് ഇറങ്ങിയ കാറല്ല പിന്നീട് ഇറങ്ങുന്നത്. കഴിഞ്ഞ മാസം ഇറങ്ങിയ കാറല്ല അതിന്റെ പുതിയ വേർഷനിൽ ഇറങ്ങുന്നത്. വാഹനങ്ങളുടെ പുതിയ പുതിയ അപ്ഡേഷൻസ്, ബസ്സുകളിൽ വരുന്ന മാറ്റങ്ങൾ, എല്ലാ വാഹനങ്ങളിലും ഇതൊക്കെ മനുഷ്യന് അല്ലാഹു നൽകിയിരിക്കുന്ന കഴിവിലൂടെ അവൻ ഓരോന്ന് ആലോചിച്ച് കണ്ടെത്തി ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് അവന്റെ ലക്ഷ്യത്തിലേക്ക് എങ്ങനെ എത്താൻ സാധിക്കും എന്ന അന്വേഷണത്തിന്റെ ഭാഗമാണ്. ഇതിനുള്ള ശേഷി മനുഷ്യന് ലഭിച്ചത് അള്ളാഹു അവന് നൽകിയിരിക്കുന്ന ആലോചന വൈഭവത്തിലൂടെ. അപ്ഡേഷന് മറ്റൊരു ജീവിക്കുമില്ലാത്ത ഒരു കഴിവാണ്. പണ്ട് ഒരു അണ്ണാൻ അല്ലെങ്കിൽ ഒരു കിളി അല്ലെങ്കിൽ ഒരു മറ്റേതെങ്കിലും ഒരു ജീവി കൂടുകൂട്ടിയ അതേ രീതിയിലാണ് ഇന്നും അത് കൂടുകൂട്ടുന്നത്. അവരുടെ സഞ്ചാരത്തിലോ അവരുടെ ജീവിത രീതിയിലോ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല. ദിനം പ്രതി മനുഷ്യൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് അള്ളാഹു നിങ്ങളോട് ആവശ്യപ്പെടുന്നത് വലഅല്ലകും തശ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കണം എന്നുള്ളതാണ്. തിരിച്ച് അള്ളാഹുവോട് നന്ദി കാണിക്കണം എന്ന് മാത്രമാണ് മനുഷ്യനോട് അള്ളാഹു ആവശ്യപ്പെടുന്നത്. എങ്ങനെയാണ് ഈ നന്ദി കാണിക്കേണ്ടത്? അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹങ്ങളാകുന്ന വാഹനങ്ങളെ നന്ദിയോടുകൂടി ഉപയോഗിക്കുക. പല രീതിയിലും നന്ദി കാണിക്കാൻ സാധിക്കും. ഒന്നാമത്തത് ഈ ശുക്ർ എന്ന് പറയുന്നത് മനസ്സിന്റെ ഒരു ബോധമാണ്, ഒരു ഭാവമാണ്. ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ്, നന്ദിയുള്ള ഒരു മനസ്സ് എപ്പോഴും നമുക്കുണ്ടായിരിക്കുക. നമ്മുടെ സുഹൃത്തിനോട്, നമ്മുടെ പരിസരത്തുള്ളവരോട്, നമ്മുടെ നാട്ടുകാരോട്, നമ്മുടെ അയൽക്കാരോട്, നമ്മളുമായി ഓരം പറ്റി ജീവിക്കുന്നവരോടൊക്കെ ഈ നന്ദിയുടെ ഭാഗമായിട്ട് എന്തൊക്കെ ഇതുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും. ഒരു പുതിയ വാഹനം ഉണ്ടാവുന്നതോടുകൂടി ചിലർ അഹങ്കാരികളായി മാറും. എന്നാൽ മറ്റു ചിലർ അതിൽ ആരെയൊക്കെ തനിക്ക് സഹായിക്കാൻ സാധിക്കുമോ അവർക്കെല്ലാം സഹായം ചെയ്തു കൊടുക്കും. ഒരു വണ്ടി, നമ്മളൊരു ബൈക്ക് എടുത്തു പോകുന്ന സമയത്ത് നമ്മുടെ അതേ റൂട്ടിൽ സഞ്ചരിക്കുന്ന ഒരാളുമായിട്ട് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കിയാൽ സ്ഥിരമായ ഒരു ലിഫ്റ്റ് കൊടുക്കാൻ സാധിക്കുന്ന സൗകര്യം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. നമ്മൾ സാധാരണ നിലയ്ക്ക് ഇവിടെ നിന്ന് മഞ്ചേരിയിലേക്കോ കോഴിക്കോട്ടേക്കോ പോകുമ്പോൾ ആ ഭാഗത്തേക്ക് പോകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരുമായിട്ട് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കിയാൽ നമുക്ക് ഒരേ എനർജി കൊണ്ട് ഒരുപാട് ആളുകളെ സഹായിക്കുവാൻ പറ്റും. പക്ഷെ അതിലൊക്കെ ഇന്ന് പുറത്തുനിന്നുള്ള ആളുകൾ, ഇപ്പോ നമ്മുടെ മക്കളൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ എല്ലാ വണ്ടിക്കും കൈകാട്ടുകയും എവിടെയും കയറി പറ്റുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ മക്കൾക്ക് ഉണ്ടാകുന്ന അപകടങ്ങളുണ്ട്, ലിഫ്റ്റ് കൊടുക്കുന്ന നമുക്കുണ്ടാകുന്ന അപകടങ്ങളുണ്ട്. അത് കാറിലായിരുന്നാലും ബൈക്കിലായിരുന്നാലും. ലിഫ്റ്റ് കൊടുത്തതിന്റെ പേരിൽ ഇന്ന് ഏടാകൂടത്തിൽ ചെന്ന് ചാടിയ ഒരുപാട് വാർത്തകൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോ നമ്മൾ സഹായിക്കണം, ശുക്ർ കാണിക്കണം, പക്ഷെ അതോടൊപ്പം ഒരു വിവേകം ഒരു വിശ്വാസിക്ക് ഉണ്ടായിരിക്കാം. അതിന്റെ പേരിൽ നമ്മൾ ചതിയിൽ ചെന്ന് ചാടാൻ പാടില്ല എന്നുള്ള ബോധവും നമുക്ക് അതോടൊപ്പം ഉണ്ടായിരിക്കണം. ഈ വാഹനങ്ങളെ അള്ളാഹു അനുഗ്രഹമായിട്ട് എണ്ണീട്ടുള്ള കാര്യങ്ങളിൽ 3 കാര്യങ്ങളുണ്ട്. മിൻ സആദത്തി ഇബ്നി ആദം സലാസ, മനുഷ്യർക്കുള്ള അനുഗ്രഹങ്ങൾ 3 എണ്ണമാണ്. വമിൻ ശഖവതി ഇബ്നി ആദം സലാസ, മനുഷ്യർക്കുള്ള ദൗർഭാഗ്യവും 3 എണ്ണമാണ്. 3 എണ്ണം അനുഗ്രഹമാണ്, അതേ 3 എണ്ണം ചിലപ്പോ ദൗർഭാഗ്യമായി മാറും. റസൂൽ വിശദീകരിക്കുകയാണ്, മിൻ സആദത്തി ഇബ്നി ആദം, മനുഷ്യന്റെ 3 അനുഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? അൽ മർഅത്തു സ്വാലിഹ, വീട്ടിലുള്ള സ്വാലിഹത്തായ ഒരു പെണ്ണ്, നല്ല ഒരു വധു, നല്ല ഒരു ഭാര്യ, നല്ല ഒരു സൗജ്. അത് പുരുഷന് സ്ത്രീ, സ്ത്രീക്ക് പുരുഷൻ, എങ്ങോട്ടായിരുന്നാലും. അൽ മർഅത്തു സ്വാലിഹ. രണ്ടാമത്തത് വൽ മസ്കനു സ്വാലിഹ്, സ്വസ്ഥമായി താമസിക്കാൻ പറ്റുന്ന ഒരു വീട്. വലിയൊരു ബംഗ്ലാവ് എന്നുള്ളതല്ല, വലിയ ബംഗ്ലാവായിട്ടും അതില് 22 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം ഉണ്ടായിട്ടും കാര്യമില്ല. ആ വീട്ടിൽ സ്വസ്ഥത ഇല്ലെങ്കിൽ ആ വീട് ഒരു ഭാരമായി മാറും. എത്ര ആളുകൾ പറയാറുണ്ട് വലിയ വീടൊക്കെയാ, പക്ഷെ ഒരു സ്വൈര്യമില്ല. പല കാരണങ്ങളാൽ. നേരത്തെ പറഞ്ഞ ഒന്നാമത്തെ ആ മർഅത്തു സ്വാലിഹ ശരിയല്ലാഞ്ഞാൽ തന്നെ വീട് അത്ര വലുതായിട്ടും കാര്യമില്ല. അപ്പൊ രണ്ടാമത്തെ അനുഗ്രഹം അതാണ്, ഒരു നല്ല വീട്. വൽ മർകബ് സ്വാലിഹ, മൂന്നാമത് റസൂൽ പറയാണ് ഒരു നല്ല വാഹനം. അത് ഒരു വിശ്വാസിക്ക് ആഗ്രഹിക്കാവുന്ന ഒന്നാണ്, അവന് മനസ്സിൽ നഞ്ഞിയ ഒരു നല്ല വാഹനം. എന്നാൽ ആദം, മനുഷ്യന്റെ 3 ദൗർഭാഗ്യങ്ങൾ എന്തൊക്കെയാണ്? അൽ മർഅത്തു സൂ, മോശം പെണ്ണ്. നേരത്തെ പറയുന്ന നേരെ എതിര്, മോശം പെണ്ണ്. പിന്നെ അവന്റെ ദൗർഭാഗ്യത്തിന് വേറെ എവിടെയും പോണ്ട. മആദല്ലാഹ്, അല്ലാഹ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് നമ്മുടെ സഹോദരിമാരെ, നമ്മുടെ ഭാര്യമാരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. കാരണം ചിലപ്പോ നമുക്ക് മാത്രമല്ലല്ലോ ഈ ഗതികേട്, അവര് നമ്മളെ കൊണ്ട് കുടുങ്ങുന്ന അവസ്ഥ ഉണ്ടാകും. രണ്ടായാലും
ഒരു മോശം വീട്, സ്വൈര്യത നഷ്ടപ്പെടുക. ആ വീട്ടിൽ കയറി അന്ന് തുടങ്ങി അത് വീടിന്റെ സ്ഥാനം തെറ്റിക്കൊണ്ടുള്ളതല്ല, അത് പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന വേറെ ചില സ്വൈര്യം. അതല്ല, മറിച്ച് നമ്മുടെ മനസ്സിന്റെ പോരായ്മ കൊണ്ട് ആ വീട്ടിലുണ്ടാകുന്ന അസ്വസ്ഥത. ഒരു മോശം വാഹനം അങ്ങനെ ഉണ്ടാവും ചിലപ്പോൾ. അള്ളാഹ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആ വണ്ടി എടുത്ത് അന്ന് തുടങ്ങി ഓന്റെ എന്നിട്ട് നമ്മൾ പൂരിപ്പിക്കുന്ന ചില രൂപങ്ങളുണ്ട്, ഇസ്ലാമികമായിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള. അപ്പോ അങ്ങനെ ഒരു ശാപമായിട്ട് നമ്മുടെ വാഹനം നമുക്ക് മാറുവാൻ പാടില്ല. ഇത് അനുഗ്രഹമാവണം. അനുഗ്രഹത്തെ നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണല്ലോ നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു കപ്പൽ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു. ഉണ്ടാക്കിയിട്ട് നൂഹ് നബി ആ കപ്പലിലേക്ക് കയറുന്ന രംഗം ഖുർആനിൽ പലയിടത്തും പറഞ്ഞിട്ട്. സൂറത്ത് ഹൂദിൽ അതിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? അള്ളാഹുവിന്റെ നാമത്തിലാണ് അതിന്റെ സഞ്ചാരവും അതിന്റെ നങ്കൂരവും. അതുകൊണ്ട് അള്ളാഹുവിന്റെ നാമത്തിൽ അതിലേക്ക് പ്രവേശിക്കുക. ദൈവനാമത്തിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടാണ് ആ വാഹനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത്. ഒന്നാമത്തെ ശുക്ർ എന്ന് പറയുന്നത് അത് തന്നെയാണ്, നന്ദി കാണിക്കുക. ആ നന്ദിയുടെ ഒരു മനസ്ഥിതി ഉണ്ടായിരിക്കുക. ഇന്ന് വാഹനവുമായി ബന്ധപ്പെട്ടുള്ള നിരന്തരമായ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വാഹനാപകടങ്ങളുടെ വാർത്തകൾ. ഒരു മനുഷ്യന്, ഒരു ഉപ്പാക്ക്, ഒരു ഉമ്മാക്ക്, ഒരു കുട്ടിക്ക്, ഒരു സ്റ്റുഡന്റിന്, ഒരു നാട്ടുകാർക്ക്, ഒരു അയൽക്കാർ, ഒരു പുരുഷൻ, ഒരു സ്ത്രീക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ തിരിച്ചു വരും എന്ന് പറയാൻ പറ്റാത്ത രീതിയിലേക്ക് അപകടങ്ങള് ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്ന സങ്കടകരമായ അവസ്ഥകൾ. ഓരോ ദിവസവും പത്രം തുടങ്ങുമ്പോൾ, പത്രം എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ്, കരളലിയിക്കുന്ന വാർത്തകളാണ്, കണ്ണീർ പഴിക്കുന്ന വാർത്തകളാണ്, ദുരന്ത വാർത്ത. ഈ നെഗറ്റീവ്സ് ഇങ്ങനെ പറയാൻ പാടില്ല, കേൾക്കാനും പാടില്ല. ഇപ്പോ പലരും പറയാറുണ്ട്, സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞത് രാവിലെ പത്രം വായിക്കാൻ പാടില്ല, കാരണം ഈ നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് കയറാം. പക്ഷെ ഇതിന്റെ പരിഹാരത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണമല്ലോ. എന്തുകൊണ്ട് സംഭവിക്കുന്നു? എനിക്കും നിങ്ങൾക്കും ഇതിന് പരിഹാരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ട 2-3 വാർത്ത. ഒന്ന്, ആലപ്പുഴ ജില്ലയിലെ 7 മെഡിക്കൽ സ്റ്റുഡൻസ്, 7 പേർക്ക് യാത്ര ചെയ്യാവുന്ന ഒരു വാഹനത്തിൽ 11 പേർ യാത്ര ചെയ്ത്, അതും ലക്ഷ്യം വെച്ച് ധൃതിപ്പെട്ട് പോയപ്പോ, ഞാൻ ആ മരിച്ച ആളുകൾക്ക് അല്ലാഹു അതില് പിന്നെ അവർക്കിടെ അവരുടെ വിശ്വാസം അല്ലാഹു അവരെ രക്ഷപ്പെടുത്തുമാറാണ്. അവർക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. പക്ഷെ ആ കുടുംബത്തിന്റെ ഒരു ദുരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ആ കുടുംബത്തിലുള്ള അവന്റെ സഹോദരങ്ങൾ, സഹോദരിമാര്, ഉപ്പ, ഉമ്മ, അച്ഛൻ, അമ്മ, അവന്റെയൊക്കെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കൂ. എത്ര പ്രതീക്ഷയോട് കൂടിയാണ് ഒരു കുഞ്ഞിന് മെഡിക്കൽ എൻട്രൻസ് കഴിഞ്ഞ് പിന്നെ മെഡിസിൻ അഡ്മിഷൻ ലഭിച്ച് എത്ര പ്രതീക്ഷയോട് കൂടിയാണ് ആ ഉപ്പയും ഉമ്മയും അച്ഛനും അമ്മയും ആ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. ഒന്നും അറിയാത്ത 4 പെൺകുട്ടികൾ റോഡ് സൈഡിലൂടെ നടന്നു പോകുമ്പോഴാണ് ഒരു ലോറി വന്ന് അവരുടെ മേലേക്ക് പതിച്ചിട്ട് തൽക്ഷണം 4 പേരും മരണപ്പെട്ടത്. വഴിയോരത്ത് കിടന്നിറങ്ങിയ ഒരു കുടുംബം അപ്പാടെ അരഞ്ഞ് ഇല്ലാതായ വാർത്ത. ഇതൊക്കെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ട വാർത്തകളാണ്. നമ്മുടെ പള്ളിയുടെ പരിസരത്ത് നമുക്കറിയാം, നമ്മുടെ മുൻ ഇമാമായിരുന്ന അലവിക്ക, അദ്ദേഹം ഇതേപോലെ ഒരു ഇശാ നമസ്കാരത്തിന് പള്ളിയിലേക്ക് വരുമ്പോഴാണ് ഒരു ബൈക്ക് ആക്സിഡന്റിൽപ്പെട്ട് മരണപ്പെട്ടത്. അതേപോലെ തന്നെ നമ്മുടെ ഉണ്ണിക്കമ്മുക്ക, മുൻ സെക്രട്ടറി ആയ ഉണ്ണിക്കമ്മുക്ക ഇതേപോലെ മറ്റൊരു ബൈക്ക് ആക്സിഡന്റാണ് മരണപ്പെട്ടത്. അള്ളാഹു അവർക്കൊക്കെ മാഫറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. പ്രിയപ്പെട്ടവര്, ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഡ്രൈവർമാര് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. രണ്ടാമത്തേത്, യാത്രക്കാര് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മൂന്നാമത്തേത്, കാൽനട പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നാലാമത്തേത്, ഗവൺമെന്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ സകലമാന തലങ്ങളിലും ഒരു കൃത്യമായ ബോധവൽക്കരണം ഈ വിഷയത്തിൽ നടക്കേണ്ടതുണ്ട്. ഒരുപാട് വർഷങ്ങളുണ്ട്, എല്ലാം കൂടി ഒരു ഖുത്ബയിൽ പറഞ്ഞാൽ തീരുന്ന വിഷയം. പക്ഷെ സംക്ഷിപ്തമായി പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കും. ഒന്നാമത്തേത്, നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, ഒരാളെ നമ്മൾ കൊല്ലുക, നമ്മുടെ അശ്രദ്ധ കാരണം ഒരാളെ കൊല്ലുക, അല്ലെങ്കിൽ കൊല്ലാന്ന് പറയാൻ പറ്റുമോ പറ്റില്ല, പക്ഷെ അശ്രദ്ധമായിട്ട് നമ്മൾ ഇത് ചെയ്യുന്നത്, നമ്മൾ ഈ കാര്യം ചെയ്യുന്നത് എങ്കിൽ അത് കൊല തന്നെയാണ്, ഇസ്ലാമികമായിട്ട് കൊല തന്നെയാണ്. അവന് കൊലയുടെ ശിക്ഷ തന്നെയാണ്. അശ്രദ്ധ ഏത് മനഃപൂർവ്വം ഇതവന്റെ മേത്തേക്ക് കയറ്റുന്നത് എഴുതിയിട്ടല്ല, ഞാൻ ഇവിടുത്തെ ഏതെങ്കിലും പശ്ചാത്തലത്തിലല്ല പറഞ്ഞത്, ജനറൽ ആയിട്ട് പറയുന്ന. മനഃപൂർവ്വം ഒരാളെ ലക്ഷ്യം വെച്ച് കയറ്റുന്നത് മാത്രമല്ല, മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുക. ഒക്കെ നിങ്ങൾ
മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുക, പിന്നെ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുക. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന്റെ ഹറാം, അത് വേറെ വശം. എന്നിട്ട് അത് ഉപയോഗിച്ചുകൊണ്ട്, ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് പിന്നെ വണ്ടി ഓടിക്കുക. ഈ ഡ്രൈവർമാർ തമ്മിലുള്ള പിന്നെ പ്രശ്നങ്ങള്, മത്സരങ്ങള്. നമ്മുടെ കുട്ടികളൊക്കെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ, ഒരു ഓട്ടോയില് നേരത്തെ പറഞ്ഞ ആ വണ്ടിയിൽ കയറാവുന്നത് 7 ആളായിരുന്നു, അതിലാണ് 11 ആൾ യാത്ര ചെയ്തത്. നമ്മളെ മക്കളൊക്കെ നഴ്സറിയിലേക്കും സ്കൂളിലേക്കും മറ്റൊക്കെ കൊണ്ടുപോകുന്ന വണ്ടികൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എത്രയാളാണ് ഇതിൽ കയറ്റാൻ പറ്റുക? എത്ര കുട്ടികളാണ് കൊണ്ടുപോകുന്നത്? നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ഒരു ഉത്തരവാദിത്വം ആർക്കും പറയാൻ സാധിക്കൂല. 40 സീറ്റുള്ള അല്ലെങ്കിൽ 49 സീറ്റുള്ള വണ്ടിയിൽ കുത്തി നിറച്ചുകൊണ്ട്, അത് ഗവൺമെന്റ് തലത്തിലുള്ള ആയാലും പ്രൈവറ്റ് തലത്തിലുള്ള ഏത് തലത്തിലും, KSRTC ബസ്സിലടക്കം, അവിടെയൊക്കെ അതിന്റെ നിയമങ്ങൾ പാലിക്കപ്പെടുക. ആ ഡ്രൈവർക്ക് എന്നിട്ട് ഇങ്ങനെ 50 ആളെയും കൊണ്ട് ഒരു ഡ്രൈവർ ബസ് ഓടിച്ച് പോകുന്ന സമയത്ത് അയാൾ പിന്നെ അശ്രദ്ധമായി മൊബൈലിലേക്ക് ശ്രദ്ധിച്ചാൽ അയാളുടെ ജീവൻ മാത്രമല്ലല്ലോ, ഈ 50 ആളുകളുടെ ജീവൻ. ഇനി സ്വന്തമായി കാറുമായിട്ട് പോകുന്ന ഒരാളാണെങ്കിലോ, ബൈക്കുമായിട്ട് പോകുന്ന ഒരാളാണെങ്കിലോ, അയാളുടെ ജീവൻ മാത്രമല്ലല്ലോ, നേരത്തെ പറഞ്ഞതുപോലെ പരിസരത്ത് സഞ്ചരിക്കുന്ന ആളുകൾ, കുട്ടികൾ, വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥിനികൾ അശ്രദ്ധമായി ചെയ്യുന്നത് അപരാധം തന്നെയാണ്. ഇയാളെ മാത്രമല്ല, എതിരെ വരുന്ന വണ്ടിക്കാരന് അത് ബാധിക്കുന്നു, വഴിയിൽ വിശ്രമിക്കുന്നവരെ ബാധിക്കുന്നു, അതേപോലെ തന്നെ യാത്രക്കാരെ ബാധിക്കുന്നു, എല്ലാവരെയും ബാധിക്കുന്നു. ഓവർ സ്പീഡ്, ഓരോ ഏരിയക്കും നിശ്ചയിക്കപ്പെട്ടൊരു വേഗതയുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മൾ മനഃപൂർവ്വം ചെയ്തിട്ട് അപകടം പറ്റിയാൽ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന ചോദ്യത്തിന് അർത്ഥമില്ല. അദ്ദേഹം ചെയ്തത് തെറ്റ് തന്നെയാണ്. മത്സര ഓട്ടം, ബസ്സുകൾ തമ്മിലുള്ള മത്സര ഓട്ടങ്ങൾ, കാറുകൾ തമ്മിലുള്ള ചേസിങ്, അവരെ പിടിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചെയ്യലുള്ള ആ രീതിയിലുള്ള മത്സരങ്ങൾ. അതേപോലെ തന്നെ സിഗ്നൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാതിരിക്കൽ, ഉറക്കം വന്നാൽ വണ്ടി ഓടിക്കൽ, ഇതൊക്കെ അള്ളാഹു മനുഷ്യൻ ചില രീതികളുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ പിന്നീട് പരിഹാരം നമ്മൾ ആലോചിക്കുക. എന്താ ഇപ്പൊ ചിലർക്ക് ചിലപ്പോൾ നിർത്തിയിട്ട് ഒരു ഗ്ലാസ് ചായ കുടിച്ചാൽ പ്രശ്നം തീരും, അങ്ങനെയാണെങ്കിൽ അത് സാരമില്ല, എങ്ങനെയെങ്കിലും ആളുകൾ ചിന്തിക്കാനറിയോ? നമ്മുടെ ജീവൻ എന്ന് പറഞ്ഞാൽ എത്ര അള്ളാഹു നമുക്ക് നൽകിയൊരു സമ്മാനം. അത് കഴിഞ്ഞില്ലേ, ഒരു തെറ്റ് നമ്മൾ എടുക്കുന്ന സംഭവിച്ചാൽ നമ്മുടെ ജീവനായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ മറ്റൊരാളുടെ ജീവൻ. അതിന്റെ വില എത്രയാ? ആർക്കാണ് വിലയിടാൻ പറ്റുക? 40 കോടി കൊടുത്തിട്ടാണ് ഇപ്പോ നമ്മളൊരു സുഹൃത്തിനെ സൗദി ജയിലിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നാട്ടിലെത്തിയിട്ടില്ല. 40 കോടി, ഒരു ജീവന്റെ വില എത്രയാ? ആർക്കാ കണക്കാക്കാൻ പറ്റുക? അപ്പൊ നമ്മൾ കാണിക്കുന്ന അപരാധത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് നേരത്തെ പറഞ്ഞതുപോലെ കാരണങ്ങൾ പലതുണ്ട്. വാഹനങ്ങളുടെ ആധിക്യം അതിന് കാരണമാണ്. അതേപോലെ തന്നെ റോഡിലുള്ള ഗട്ടറുകളും എഡ്ജുകളും, ഓവർ എഡ്ജുകളും ഇതിന് കാരണമാണ്. ഡിവൈഡർ, ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഡിവൈഡറുകൾ അതിന് കാരണമാണ്. അതേപോലെ തന്നെ മറ്റൊന്ന് മനുഷ്യന്റെ അഹങ്കാരമാണ്. ഒരു പുതിയ വണ്ടിയൊക്കെ എടുത്താൽ 4 ആൾ അറിയട്ടെ, അങ്ങാടിയിലൂടെ അശ്രദ്ധമായി ഹോൺ അടിച്ചിട്ട് ബഹളുണ്ടാക്കിയിട്ട് മറ്റുള്ളവരെ ചേസ് ചെയ്തുകൊണ്ട്, മറ്റുള്ളവർക്കിടയിൽ ഡിസ്റ്റർബൻസ് ഉണ്ടായിക്കൊണ്ട്, അനാവശ്യമായി ഓവർടേക്ക് ചെയ്തുകൊണ്ട് എത്ര അപകടങ്ങൾ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. മിക്കവാറും സംഭവിക്കുക ഇത്തരം ഓവർടേക്കിംഗ് ആണ്. വളരെ അത്യാവശ്യമായിട്ട് പോകേണ്ടുന്ന ഘട്ടങ്ങളിൽ നമ്മൾ മിതമായ നിലക്കൊക്കെ ചിലപ്പോൾ ചെയ്തു നോക്കെ, പക്ഷെ ഒരു കാര്യമില്ലാതെ ഇത്തരം സംഗതി. ഖുർആൻ പറഞ്ഞല്ലോ, വലാ തംശി ഫിൽ അർളി മറഹൻ, വലാ തംശി ഫിൽ അർളി മറഹൻ, നിങ്ങൾ ഭൂമിയിലൂടെ പൊങ്ങച്ചത്തോടെ നടക്കരുത്. ആ പൊങ്ങച്ചത്തോടെ നടക്കരുത് എന്ന് പറഞ്ഞാൽ പൊങ്ങച്ചത്തോടെ വണ്ടി ഓടിക്കരുത് അതിന് അർത്ഥമുണ്ട്. ഞാനൊരു പുതിയ ബൈക്ക് വാങ്ങിയിട്ടുണ്ട്, അല്ലെ പുതിയ കാറ് വാങ്ങിയിട്ടുണ്ട്, അത് 4 ആൾ അറിയണം എന്നുള്ള നിലക്കാണ് അവൻ സഞ്ചരിക്കുന്നത് എങ്കിൽ അതിന്റെ ശിക്ഷ അവൻ അർഹനാണ്. നീ നിന്റെ ശബ്ദം താഴ്ത്തുകയും നിന്റെ നടത്തം അഥവാ നിന്റെ സഞ്ചാരം മിതമാക്കുകയും ചെയ്യുക. റോഡ് റേഞ്ച് എന്ന് പറയുന്നത് വലിയൊരു വിഷയം തന്നെ. അതായത് റോഡിലുള്ള ഡ്രൈവർമാർ തമ്മിലുള്ള, ഡ്രൈവർമാർ പറഞ്ഞാൽ ബസ്സിലെ ഡ്രൈവർമാർ മാത്രമേ പോകുന്നില്ല, കാറിന്റെ ഡ്രൈവർമാര്, അവർ തമ്മിലുള്ള ഫൈറ്റ്. അവൻ ഇന്ന് ഓവർടേക്ക് ചെയ്തോ, ഓൻ സ്വിഫ്റ്റ് വെച്ചിട്ട് ഇന്നെ ഓവർടേക്ക് ചെയ്തേ, എന്റെ വണ്ടി ഇത്ര വിലയുള്ള വണ്ടിയാ എന്ന് പറഞ്ഞ് ഓനെ പിടിക്കാൻ നടക്കല്. ആ രീതിയിലുള്ള റോഡിലുണ്ടാകുന്ന അഹങ്കാരവും അതിന്റെ പേരുണ്ടാകുന്ന പൊങ്ങച്ചവും, നിയമം അനുസരിക്കാതിരിക്കല്, പരസ്പരമുള്ള വിദ്വേഷം, അതേപോലെ തന്നെ നമ്മുടെ വണ്ടി ഇതിന്റെ ഡിമ്മൊന്ന് അടിച്ചു കൊടുക്കുക. പക്ഷെ ചിലര് മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ എക്സ്ട്രാ ലൈറ്റ് മനഃപൂർവ്വം ഫിറ്റ് ചെയ്യും. എന്നിട്ട് അത് ഇവന്റെ കണ്ണുക്ക് മാത്രമല്ല ഉള്ളിൽ കണ്ണടിച്ചല്ലോ ആ ജാതി ലൈറ്റ്. അതുകൊണ്ട് എന്നിട്ട് ഇവൻ വണ്ടി എന്താ ചെയ്യേണ്ടത് പോലും അറിയില്ല. അങ്ങനെ പ്രയാസപ്പെട്ടൊരു വണ്ടി ആക്സിഡന്റ് ഉണ്ടാകുന്ന സംഭവങ്ങളുണ്ട്. റോഡ് സൈഡിൽ വണ്ടി അനാവശ്യമായ പാർക്ക് ചെയ്യല്,
അതേപോലെ തന്നെ വണ്ടി ടൈം കുറവായതുകൊണ്ട് ബസ്സുകൾ തമ്മിലുള്ള മത്സരിച്ച് ഓട്ടം, വലിയ വണ്ടിക്കാര് ചെറിയ വണ്ടിക്കാരെ പരിഗണിക്കാതിരിക്കല്. ചില ആളുകളുടെയൊക്കെ ധാരണ നിയമമൊക്കെ അവിടെ ഉണ്ട്, പക്ഷെ എനിക്ക് എങ്ങനെയും അങ്ങനെ എത്തണം. നിയമം എന്ന് പറയുന്നത് പാലിക്കാനുള്ളതാണ്, അത് ചെറുതായാലും വലുതായാലും. ഖുർആൻ പറഞ്ഞല്ലോ അത്തിയുല്ലാഹു വഅത്തിയുർ റസൂല വഉലിൽ അംരി മിൻകും. ഈ ഉലിൽ അംരി മിൻകും എന്നുള്ള വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറയുന്നത് നാട്ടിലെ രാജ്യത്തെ നിയമം, ട്രാഫിക് റൂൾസ് പാലിക്കേണ്ടത് നമ്മുടെ ഖുർആൻ പറഞ്ഞ കൽപ്പനയാണ്. ഏത് പിന്നെ നമ്മൾ നടക്കുമ്പോൾ കാൽനട യാത്രക്കാർ ശ്രദ്ധിക്കേണ്ടത് വലതുവശം ചേർന്ന് നടക്കുക. പെൺകുട്ടികളെ ആൺകുട്ടികളായാലും സ്കൂളിൽ നിന്നൊക്കെ പോകുന്ന രംഗം കാണാം. 4 കുട്ടികൾ ഇങ്ങനെ വരിക്കുകയാണ് നിൽക്കും, എന്നിട്ട് ഒന്നിച്ചിങ്ങനെ നടക്കും. ചിലപ്പോൾ അത് 5 ആവും, ചിലപ്പോൾ അത് 6 ആകും. അപകടം വിളിച്ചു വരുത്തുകയാണ്. വലതുവശം ചേർന്ന് നമ്മുടെ ഓരത്തൂടെ ശ്രദ്ധിച്ച് നടക്കുക. നമ്മുടെ ജീവന്റെ വില നമ്മൾ മനസ്സിലാക്കണം, വണ്ടിക്കാര് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ ഇത്തരം വാർത്തകൾ ഇനിയും നമ്മളിലേക്ക് വരും. വരാതിരിക്കാൻ ജാഗ്രത, നിതാന്ത ജാഗ്രത. സ്കൂളിന്റെ പരിസരത്ത് സ്പീഡ് കുറയ്ക്കണമെന്നുള്ള നിയമമാണ്. അതോടൊപ്പം കുട്ടികൾ നടക്കുകയാണ്, വലതുവശം ചേർന്ന് നടക്കുക. വണ്ടി വലതുവശം ചേർന്ന് നടന്നാലുള്ള സൗകര്യം എന്താ? നമ്മുടെ മുന്നിൽ നിന്നിട്ടാണ് വണ്ടി വരിക. അപ്പൊ നമ്മുടെ മുന്നിൽ വരുന്ന വണ്ടിയുടെ വേഗതയും അതിന്റെ രൂപമൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ സൈഡിലേക്ക് മാറാൻ പറ്റും. എന്നാൽ നമ്മൾ ആ ഇടതുവശത്ത് നടന്നാൽ നമ്മുടെ പിന്നിന്നാണ് വണ്ടി വരിക, നമ്മളെ ഒന്ന് ഇടിക്കാൻ സാധ്യത കൂടും. അങ്ങനെയുള്ള നിയമ സംഗതികളൊക്കെ നമ്മൾ, ഇതൊക്കെ ഇസ്ലാമിന്റെ തന്നെ ബാധ്യതയാണ്. ഇസ്ലാം കൽപ്പിച്ചതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ നിയമം പാലിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്. അല്ലാഹു റസൂൽ പഠിപ്പിച്ചല്ലോ, ഇദാ മർറ അഹദുക്കും ഫീ മജ്ലിസിൻ ഔ സൂഖിൻ വബിയദിഹി നുബ്ൽ ഫയഖുദ് ബിനിസാലിക ثم يأخذ بنسالക ثم ليأخذ بنسالക. നിങ്ങൾ ആൾക്കാരടി കൂടെ ഒരു കൂർത്ത വില്ല്, അമ്പായിട്ട് ഇങ്ങനെ പോവുക, കൂർത്ത അമ്പായിട്ട് ഇങ്ങനെ പോവുക. പോകുന്ന സമയത്ത് അതിന്റെ മുന നിങ്ങൾ മുറുക്കി പിടിക്കണം. അന്നത്തെ കാലത്തുള്ള സംഭവമാണ് ഏത്? ആളുകൾക്കിടയിലൂടെ നിങ്ങൾ ഒരു അമ്പുമായി പോകുമ്പോ ആ അമ്പിന്റെ കൂർപ്പ് നിങ്ങളെ കയ്യിനുള്ളിലാക്കി പിടിക്കണം. 3 തവണ റസൂൽ ആവർത്തിച്ച് പറയാണ്, നിങ്ങൾ അതിന്റെ മുന ഉള്ളിലാക്കി പിടിക്കുക. എന്തിനാ? ആളുകളുടെ ദേഹത്ത് ഈ അമ്പ് കൊള്ളാതിരിക്കാൻ. ഇമാത്തത്തിൽ അതാണ് തരീക്ക് അല്ലെ? ഇസ്ലാമിന് 70-ൽ പരം ഈമാൻ, 70-ൽ പരം ശാഖകളുണ്ട്. ഏറ്റവും ഉയർന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, താഴെയുള്ളതാണ് വഴിയിൽ ഉപദ്രവം നീക്കല്. ഇന്ന് നമ്മൾ വേസ്റ്റ് കൊട്ടുന്നത് അങ്ങട്ട്. ഈ അമ്പിന്റെ മുന പിടിക്കണമെന്ന് പറഞ്ഞാൽ അതിലെല്ലാം പെട്ടു. ബൈക്ക് കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കണം, കാറ് കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കണം, റിവേഴ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, മറ്റുള്ളവരുടെ ജീവൻ ശ്രദ്ധിക്കണം, മറ്റുള്ളവർക്ക് അതുകൊണ്ട് ഒരു മുറിവുണ്ടാകാൻ പാടില്ല എന്നുള്ള കൃത്യമായ കൽപ്പന 14 നൂറ്റാണ്ട് മുൻപ് എങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെയാണ് അല്ലാഹു റസൂൽ പഠിപ്പിച്ചത്. ഇയ്യാകും വൽ ജുലൂസ്, നിങ്ങൾ വഴിയുടെ മര്യാദ പാലിക്കുക. വഴി എന്റേത് മാത്രമല്ല, നിങ്ങളുടേത് കൂടിയാണ്. നിങ്ങളുടേത് മാത്രമല്ല, എന്റേത് കൂടിയാണ്. അതുകൊണ്ട് വഴിക്കുള്ള മര്യാദ നിങ്ങൾ നൽകുക. അല്ല തുറക്കാതെ പക്കാലു മാലനാ ബുദ്ധ നബിയെ, ഞങ്ങൾക്ക് വഴിയിൽ ഇരിക്കാതെക്കാൻ പറ്റൂലല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ പറഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? വഴിയുടെ മര്യാദകൾ പാലിക്കണം. അമ്മാ ഹക്കുത്തരിക്ക് എന്തൊക്കെയാണ് വഴിയുടെ മര്യാദ? ഒന്ന് ഗദ്ദുൽ ബസർ, കണ്ണ് താഴ്ത്തുക. വഴിയിൽ കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതും ഉണ്ടാകും, കണ്ണ് താഴ്ത്തുക. വഖഫുൽ അദാ, മറ്റുള്ള ഉപദ്രവങ്ങൾ ഒഴിവാക്കുക. വണ്ടി പാർക്ക് ചെയ്യുക, അതിൽപ്പെട്ട നോ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്താൽ റോഡ് സൈഡിൽ ചില ബസ്സുകളൊക്കെ പോകുന്നത് കണ്ടില്ലേ? ആ രീതിയിൽ ആരാണ് ഡ്രൈവർമാർ, ആരാണ് അല്ലാത്തവർ എനിക്കറിയില്ല. അവർക്ക് ആളെ 2 ആളെ ഇറക്കണം, 3 ആളെ കയറ്റണം. അതിന്റെ ബസ് എവിടെയാണ് നിർത്തുന്നത്? റോഡിന്റെ നടുവില്. ഇതൊരാള് ഞാൻ പോയാൽ മതി എന്ന വാശി കാണിച്ചാൽ അത് ഇസ്ലാമിന്റെ റൂളിനെതിരാണ്. അതിനാണ് സൈഡ്, അതിനാണ് ബസ് സ്റ്റോപ്പ്. ഇതൊക്കെ നമ്മളൊക്കെ പാലിക്കേണ്ടതാണ് നിയമങ്ങള്. ആർക്ക് വേണ്ടിയാ നിയമങ്ങള്? എന്നിട്ട് എല്ലാരും പിന്നിലാക്കിയിട്ട് ഇവൻ മുന്നിൽ ഇങ്ങനെ പോയാൽ ഓന്റെ ബാക്കിൽ പരിവാരങ്ങളായിട്ട് മറ്റുള്ളവർ പോയാൽ മതി എന്ന തീരുമാനം ആരാണ് ഇവർക്ക് അതിനുള്ള അധികാരങ്ങൾ നൽകിയത്? നിയമവിരുദ്ധമാണ് ഇത്തരം സംഗതികൾ. നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഗഫുൽ അദാ വറദ്ദു സലാം, വഴിയിൽ സലാം പറഞ്ഞവർ സലാം അടക്കുക. വഅംറു ബിൽ മഅറൂഫ് നഹ്യി അനിൽ മുൻകർ, ഇതൊക്കെ വഴിയുടെ മര്യാദയിൽപ്പെട്ടതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെതിരായിട്ട് ഒരു വിശ്വാസി അഥവാ ഒരു മനുഷ്യനെ ആരെങ്കിലും മനഃപൂർവ്വം കൊന്നാൽ അവന് നരകമാണ്. എല്ലാ ആക്സിഡന്റ് ഉണ്ടാക്കിയ ആളുകൾക്കും നരകാന്ന് ഇതിനോട് പറയാൻ പറ്റൂല. പക്ഷെ ചില ആളുകൾക്കൊക്കെ നരകം തന്നെയാണ്. മനഃപൂർവ്വമായിട്ടാണ് അവനത് ചെയ്തത് എങ്കിൽ അവനുള്ള ശിക്ഷ നരകം തന്നെ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ജീവനെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ അടുക്കൽ വരുന്ന പോരായ്മകളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമുക്ക് അള്ളാഹു സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി വഹീദുൽ ഖഹാർ അസീസുൽ ഗഫാർ വസ്സലാത്തു വസ്സലാമു അലാ മൻ അർസലഹു കാഫത്തൽ ലിന്നാസ് ബിശ്ശീരി വൽ ഇൻദാർ വഅലാ ആലിഹി അൽ-അത്ഖിയാഇൽ അബ്റാർ വഅലാ അസ്ഹാബിഹിൽ അസ്ഫിയാഇൽ അഖിയാർ മാ ദാമത്ത് സമാവാതി വൽ അർദി മാ തവക്കലു ലിമാൽ ഇൻദാർ അന്നഹു യസ്തഖുല്ലാഹു വിശ്വാസികൾ ഇവിടെ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശം ജീവിതത്തിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനത്തിലേക്ക് കയറുമ്പോൾ 3 തവണ തക്ബീർ ചൊല്ലുമായിരുന്നു. വാഹനത്തിലേക്ക് കയറുമ്പോൾ 3 തവണ, ബസ്സായാലും കാറായാലും ട്രെയിനായാലും സൈക്കിളായാലും ഒട്ടകായാലും കുതിരയായാലും കോവർ കഴിഞ്ഞായാലും. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. ഈ വാഹനം എനിക്ക് കീഴ്പ്പെടുത്തുന്ന നാഥാ, നിനക്കാണ് സർവ്വസ്തുതിയും, നീ പരിശുദ്ധനത്രേ, ഇത് ഞങ്ങൾക്ക് പണ്ട് സാധിക്കുമായിരുന്നില്ല. വഇന്നാ ഇലാ റബ്ബിനാ ലമുൻകലിബൂൻ, അവസാനം ഞങ്ങളുടെ മടക്കം റബ്ബിലേക്കാണ്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദാ, അല്ലാഹുവേ ഈ യാത്രയിൽ ഞാൻ നിന്നോട് ചോദിക്കുന്നു അൽ ബിർറ വ തഖ്വ, പുണ്യവും ഭക്തിയും, വമിനൽ അമലി മാ തർളാ, നിനക്ക് ഇഷ്ടപ്പെട്ട അമൽ ചെയ്യുവാനുള്ള കരുത്തും. അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സഫറനാ, ഈ യാത്ര നീ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണമേ തമ്പുരാനെ. ഹാദാ വത്ബി അന്നാ ബൂദഹു, അതിന്റെ ദൂരം ഞങ്ങൾക്ക് ചുരുക്കി തരണമേ തമ്പുരാനെ. അല്ലാഹുമ്മ അൻത സ്വാഹിബു ബിസ്സഫർ, ഈ യാത്രയിൽ നീയാണ് നാഥ ഞങ്ങളുടെ സഹായി. വൽ ഖലീഫത്തു ഫിൽ അഹ്ലി, എന്റെ വീട്ടിൽ എനിക്ക് ശേഷം അനന്തരവൻ നീയാണ് റബ്ബേ, അഥവാ അതിന്റെ കാവൽക്കാരൻ നീയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഅസായി സഫർ, യാത്രയുടെ പ്രയാസങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വകആബത്തിൽ മൻലർ, മോശം കാഴ്ചയിൽ നിന്ന്, വസൂഇൽ മുൻഖലബ്, മോശം പര്യവസാനത്തിൽ നിന്ന്, ഫിൽ മാരി വല്ലാഹിൽ, സമ്പത്തിലും അതേപോലെ അകലിലും. ഇത് ഉംറക്കും ഹജ്ജിനും പോകുമ്പോൾ മാത്രം ചെല്ലാനുള്ള പ്രാർത്ഥനയല്ല. ഉംറക്കും ഹജ്ജിനും പോകുമ്പോ ഇമാമ് ചൊല്ലിത്തരും, അപ്പൊ നമ്മൾ ചെല്ലുക, അങ്ങനെയല്ല. എല്ലാ യാത്രയിലും ഏത് സന്ദർഭത്തിലും വാഹനപ്പുറത്ത് കയറിയിരുന്നാൽ റസൂലുള്ളാഹി ചൊല്ലുമായിരുന്ന പ്രാർത്ഥന ഒരു കടലാസിൽ എഴുതിയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഏറ്റവും ചുരുങ്ങിയത് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻകലിബൂൻ, 3 തവണ അല്ലാഹു അക്ബർ പറഞ്ഞ ശേഷം ഇതെങ്കിലും പറയാം. അത് കാറിൽ 5 രൂപയുടെ സ്റ്റിക്കർ എഴുതി തൂക്കിയാ പോരാ, മനസ്സിലത് വേണം, ചൊല്ലണം. ഈ യാത്ര തുടങ്ങിയത് തീരുന്ന് ഒരു ഉറപ്പില്ല. വാഹനം വേണമെന്നില്ല, റോട്ടിക്ക് ഇറങ്ങിയാൽ തന്നെ ഇപ്പോഴത്തെ അവസ്ഥ അതാ. അതുകൊണ്ട് നമ്മൾ നന്നായി ശ്രദ്ധിക്കുക, എല്ലാ നിലക്കും നന്നായി ശ്രദ്ധിക്കുക. അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, അവൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപെടുത്ത് മാപ്പലിക്കുമാറാവട്ടെ. അമ്പിയാക്കളെയും ഔലിയാക്കളെയും ശ്രോതാക്കളെയും സാലികളെയും അള്ളാഹു നമ്മയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൊടുക്കുമാറാവട്ടെ. പല നിലക്കുള്ള പ്രയാസങ്ങളിലൂടെ അപകടം സംഭവിച്ച ആളുകൾക്ക് അള്ളാഹു മാഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്തരം അപകടങ്ങളിൽ നിന്ന്, നമ്മുടെ കാരണത്താൽ സംഭവിക്കുന്ന അപകടങ്ങളിൽ നിന്ന്, അതേപോലെ തന്നെ നമ്മൾക്ക് സംഭവിക്കുന്ന അപകടങ്ങളിൽ നിന്ന് എല്ലാം തന്നെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ